അടുത്തൊരു കണ്ടീഷൻ വരിക, നമ്മൾ ഒരു ഗ്രൂപ്പ് വരികയാണെങ്കിൽ എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് ഓൾറെഡി പഠിച്ചു. ഇനി ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് വന്നാൽ എങ്ങനെ പേര് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. CH3, CH, CH2, CH2, CH, again CH2 and CH3. ടോട്ടൽ എത്ര കാർബൺ ആറ്റംസ് ഇവിടെ വരുന്നുണ്ട്? 1, 2, 3, 4, 5 and 6. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഇവിടെ കാണാൻ പറ്റും. തേർഡ്, ഫോർത്ത് പൊസിഷനിൽ ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും. അപ്പൊ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നമ്പർ ഇട്ട് കഴിഞ്ഞു. ഇനി റൈറ്റ് ലെഫ്റ്റ് ഒന്നുകൂടെ ഇടാം. 1, 2, 3, 4, 5 and 6. ഇപ്പൊ നമ്മൾ നമ്പർ ഇട്ട് കഴിഞ്ഞു. റൈറ്റ് ടു ലെഫ്റ്റും ലെഫ്റ്റ് ടു റൈറ്റും നമ്പർ ഇട്ട് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെ പൊസിഷനിലാണ്. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇട്ടപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് വരുന്നത് സെക്കൻഡ് പൊസിഷൻ ആൻഡ് ഫോർത്ത് പൊസിഷൻ അല്ലെ, സെക്കൻഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും. പക്ഷേ റൈറ്റ് ടു ലെഫ്റ്റ് നിങ്ങൾ നമ്പർ ഇട്ടപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ നമ്പർ വരുന്നത് 3 and 5. ഓക്കെ, 3ഉം 5ഉം. അപ്പൊ നിങ്ങൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇട്ടപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന നമ്പർ 2 and 4. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ഇട്ടപ്പോൾ വരുന്ന നമ്പർ എന്ന് പറയുന്നത് 3 and 5. അപ്പൊ ഇതൊന്ന് ഏതാണ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് നമ്പറിങ് കൊടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ കറക്റ്റ് പൊസിഷൻ വരുന്നത് 2 and 4. ഇനി ഇത് നമ്മൾ നെയിമിംഗ് കൊടുക്കുമ്പോൾ 2, 4, ദെൻ ഹൈഫൻ കൊടുത്തിട്ട് വേണം ബാക്കി നമ്പർ ആഡ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയാണ് ഇതിന്റെ നമ്പറിങ് വരിക. ഇനി ഓരോന്നും മീഡിയൽ ഗ്രൂപ്പാണ് വരിക. ഇവിടെ രണ്ടും മീഡിയൽ ഗ്രൂപ്പാണ്. രണ്ട് മീഡിയൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് പേര് കൊടുക്കുക ഡൈ. ഓക്കെ, ഡൈ മീഥൈൽ ഹെക്സൈൻ. ഇങ്ങനെയാണ് ഇതിന്റെ പേര് വരിക. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. രണ്ടെണ്ണം വരാണെങ്കിൽ നമ്മൾ ഡൈ എന്ന് പേര് കൊടുക്കണം. 3 വരാണെങ്കിൽ ട്രൈ, 4 വരാണെങ്കിൽ എന്തോന്നാണ് ടെട്ര. ഇങ്ങനെയാണ് അതിന് പേര് കൊടുക്കേണ്ടത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മൊത്തം 7 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. CH3, CH, ഓക്കെ, ടോട്ടൽ എത്ര കാർബൺ ആറ്റംസ് ഇവിടെ വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6, 7. നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തു. നമ്പറിംഗ് ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7. ഇവിടെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 and 7. നമ്മൾ നമ്പറിങ് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും കൊടുത്തു കഴിഞ്ഞു. ഗ്രൂപ്പ് വരുന്ന പൊസിഷൻസ് നോക്കാം. ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ 3 and 6, 3,6ഉം. റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ 2 and 5ഉം ആണ് വരിക. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് വേ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഇങ്ങോട്ട് നമ്പറിങ് കൊടുക്കുന്നതായിരിക്കും. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പറിങ് കൊടുക്കുന്നതായിരിക്കും. എങ്കിലാണ് നമുക്ക് സ്മോളസ്റ്റ് നമ്പറിങ് കിട്ടുക. അപ്പൊ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. 2 ഗ്രൂപ്പും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പേര് വരിക 2,5. 2 മീഡിയൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഹൈഫൻ കൊടുക്കണം. ഡൈമീഥൈൽ. 7 കാർബൺ ആറ്റംസ് ആണ് മെയിൻ ചെയിനകത്ത് വരിക. സോ ദ നമ്പർ എൻഡ് വിത്ത് 2,5 ഡൈമീഥൈൽ ഹെപ്റ്റൈൻ. 2,5 ഡൈമീഥൈൽ ഹെപ്റ്റൈൻ. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗ്രൂപ്പിന് സ്മോളസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ പേര് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ വരികയാണെങ്കിൽ 2 വരികയാണെങ്കിൽ ഡൈ, 3 വരികയാണെങ്കിൽ ട്രൈ, 3 വരികയാണെങ്കിൽ ട്രൈ, 4 വരികയാണെങ്കിൽ ടെട്ര. ഇങ്ങനെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.